ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും കമൻറ്റിന് മറുപടിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പേ വീഡിയോ തുടങ്ങിയ ഒരാളാണ്. വീഡിയോ തുടങ്ങി ഒരു പകുതിയൊക്കെ ആയ സമയത്ത് ഐ ആം ഷോക്ക്ഡ് അളിയാ, ഐ ആം ഷോക്ക്ഡ്. എന്താ വെച്ചാൽ ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ കമ്മൽ ഒന്നേ ഉള്ളൂടോ ഒരു കാതിൽ. ഞാൻ എൻ്റെ കർത്താവേ എന്താ ചെയ്യേണ്ടത് പറയേണ്ടതെന്നുള്ളത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. വീഡിയോ ഒക്കെ നിർത്തി തപ്പലോട് തപ്പൽ തപ്പി തപ്പി വയ്യൊക്കെ കിട്ടി കേട്ടോ. കിട്ടിയെന്ന് വെച്ചാൽ ഇതാണ് കമ്മൽ. ഇതിൻ്റെ ഒരു സൈഡാട്ടോ വീണു പോയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വീണു പോയത്. അപ്പോൾ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില വെച്ചിട്ട് ഈ ഒരു ഭാഗം വീണ് പോയാൽ വേണ്ട കാപ്പാവാൻ കൂട്ടുക നമ്മൾ. 10,000 20,000 രൂപ ഒറ്റയടിക്ക് പോവുക എന്ന് പറയുന്നത് എൻ്റെ പൊന്നോ, ആർക്കെങ്കിലും ഓർക്കാൻ പറ്റുമോ ആ ഒരു അവസ്ഥ? പോരാത്തതിന് സ്റ്റോൺ വരുന്നതൊക്കെ ഡയമണ്ടുമാണ് വരുന്നത്. കർത്താവേ പെട്ടില്ലേ കുട്ടി, പെട്ടില്ലേ എന്ന് ചോദിച്ചാൽ പെട്ടു പോവുമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കമൻറ്റിനൊക്കെ മറുപടി നോക്കാം. ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാണ്. കമൻറ്റിന് ഞാൻ ഒരു Q&A പോലെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. കമൻറ്റിന് മറുപടി നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടേ പറ്റുള്ളൂ. എനിക്കിപ്പം എന്ന് വെച്ചാൽ എല്ലാവർക്കും കമൻറ്റിന് മറുപടി കേൾക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആർക്കും ഇടാൻ താല്പര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പം നിലവിലെത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് വ്യൂവേഴ്സ് ഇങ്ങനെ കത്തിക്കയറി പോവുക ചെയ്യുന്നത്, പക്ഷെങ്കിൽ കമൻറ്റുകൾ വളരെ കുറവായിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ കമൻറ്റുകൾ എന്നോടൊന്നും ചോദിക്കാനും പറയാനൊന്നും ഇല്ലേ? ചോദിക്കാനും പറയാനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ പോയി. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനുള്ളതൊക്കെ നിങ്ങൾ ചോദിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നിങ്ങൾക്ക് മറുപടി തന്നേക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനൊരു വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ എന്നോട് ചോദിക്കാനുള്ളത് അത് ചോദിക്കാം. ഞാൻ ഒരു കാലത്ത് കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ട് നിങ്ങളോട് കമൻറ്റ് അയക്കൂ, മറുപടി ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോൾ പലർക്കും അതിന് കമൻറ്റ് ഇടാൻ പേടിയാണെന്ന് തോന്നുന്നു. ഏതോ എനിക്കറിയില്ല. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, വീണ്ടും ഗുരുവായൂർ ഇവരോട് ഭക്തർ പെരുമാറിയത് എങ്ങനെയെന്ന് നിങ്ങൾ അറിഞ്ഞോ? ഈ വീഡിയോ കണ്ടു നോക്കൂ എന്നാണ് ഞാൻ കമൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തംബ്ലൈന് കൊടുത്തിരിക്കുന്നത്. തംബ്ലൈന് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ വായിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഏതിൻ്റെ മറുപടിയാണ് ഞാൻ തരുന്നത് എന്നുള്ളത് പലർക്കും കൺഫ്യൂഷൻ വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് കമൻറ്റിന് മറുപടി ഏതിനാണ് തരുന്നത് എന്നുള്ളത് തംബ്ലൈന് സഹിതം ഞാൻ വായിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് ഇട്ടത് അമ്പിളി TN ആണ്. ഇവൾക്ക് ഭ്രാന്താണ്, നിനക്ക് പണി കിട്ടും, അത് കാത്തിരുന്നോ. എൻ്റെ പൊന്നാര അമ്പിളിയേച്ചിയെ, നിങ്ങളോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. പണി തരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ 5 സാലറിയുള്ള പണി വേണം തരാൻ. അല്ലാത്തതിന് ഞാൻ പോവില്ല, ഉറപ്പായിട്ടും പോവില്ല. കാരണം നമ്മളെ യൂട്യൂബ് മുതലാളി പോലും എനിക്ക് 5 സാലറിയിലാണ് എനിക്ക് ഇതിന് പൈസ തരുന്നത്. അപ്പം നിങ്ങൾ അതിന് 5 സാലറീൻ്റെ പണിയല്ലാതെ തന്നാൽ ഞാൻ പോവില്ല, ഉറപ്പാ. അതുകൊണ്ട് പിന്നെ കുറേ സ്മൈലി ഇട്ട് കേട്ടോ, ഒരു അളിഞ്ഞ നമ്മൾ ഇമോജി. KLAR 179. പെണ്ണും കുട്ടി അല്ലേ തള്ളച്ചി, പെൺകുട്ടിയല്ലേ തള്ളച്ചിന്നോ? അതെ എടോ, ഒരാൾ ഒരു ടോക്ക് പറയുന്ന സമയത്ത് ഈ തള്ളച്ചി എന്നൊക്കെ പറയുന്നത് ഒരു 60 വയസ്സെങ്കിലും ആവണം. എനിക്ക് 60 ആയിട്ടില്ലടേ, എനിക്ക് 33 ആയിട്ടേ ഉള്ളൂ. പെൺകുട്ടിയുടെ ഗണത്തിലൊക്കെ കൂട്ടാം. പണ്ട് എൻ്റെ ഉമ്മ 33ാമത്തെ വയസ്സായ സമയത്ത് എൻ്റെ താത്തനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത അമ്മായിയമ്മ ആയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ 33 വയസ്സെന്ന് പറയുമ്പോൾ വലിയ ആൻറ്റിമാരായിരുന്നു. ഇന്നൊക്കെ പെൺകുട്ടി മാത്രാടേ. അതുകൊണ്ട് ക്ഷമി അളിയാ, ക്ഷമി. പിന്നെ അടുത്തത് TRHHSTH.
എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ കേട്ടോ. പലരും എന്നെ കളിയാക്കാറുണ്ട് എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതെന്താണെന്നുള്ള നിങ്ങൾ വായിച്ച് എടുക്കുക. എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. എൻ്റെ കയ്യിൽ വലിയ ഒരു കണ്ണനുണ്ട്. നല്ല കാര്യം. നിൻ്റെ സലീം ഖാൻ്റെയും അരുണേട്ടൻ്റെയും അതിൻ്റെ ഒരു അരികിൽ പോലും എത്തില്ല. അതോടുകൂടി നിൻ്റെ കടിയെല്ലാം മാറും. അതോടുകൂടി അതിൻ്റെ കടിയെല്ലാം മാറും. ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. എൻ്റെ പൊന്നാര TRH, നിൻ്റെ വലിയ കണ്ണനുണ്ടാവും. അങ്ങനെ ആയിരിക്കില്ല പറഞ്ഞത്. ഇവൻ അങ്ങനെ ആയിരിക്കില്ല ഇവൻ ഉദ്ദേശിച്ചത്. ഇവൻ്റെ കയ്യിൽ വലിയ കണ്ണനുണ്ട് എന്നായിരിക്കില്ല ഇവൻ ഉദ്ദേശിച്ചത്. ഇവൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ ചിലപ്പോൾ വലിയ കണ്ണനുണ്ടാവും. ആ ഉമ്മാൻ്റെ കടി ചിലപ്പം മാറ്റി കൊടുത്തത് കൊണ്ടായിരിക്കാം ഇവൻ്റെ കയ്യിൽ വലിയ കണ്ണൻ എത്തിയത്. കണ്ണന് ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ കേൾക്കുന്നവരോടും എൻ്റെ കണ്ണനോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം കമൻറ്റ് നിങ്ങൾ തന്നെ കേട്ടതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നീ ഒരു കാര്യം ചെയ്യും. നീ നിൻ്റെ കയ്യിലുള്ള ആ വലിയ സാധനം വെച്ചിട്ട്, കണ്ണനെന്ന് ഞാൻ കൂട്ടുന്നില്ല, നിൻ്റെ കയ്യിലുള്ള ആ വലിയ സാധനം വെച്ചിട്ട് നീ എന്താക്ക്, നീ നിൻ്റെ ഉമ്മാൻ്റെ കടി മാറ്റി കൊടുക്ക്. എന്നിട്ട് നാട്ടിലുള്ള സ്ത്രീകൾക്ക് കടിയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്ക്. എൻ്റെ കയ്യിലിതേ ഒരു കുഞ്ഞു കണ്ണനുണ്ട്. ഈ കണ്ണൻ മതിയടാ എനിക്കിതിന് മാത്രമൊക്കെയുള്ള കടിയേ ഉള്ളൂ. ഇത് നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന വിഷയങ്ങളൊക്കെ എനിക്കുള്ളൂ. അതൊക്കെ മേലെ ഉള്ളത് നിൻ്റെ ഉമ്മാക്കാണ്. അപ്പം നീ എന്ത് ചെയ്യണം? നിൻ്റെ വാപ്പയുടെ കയ്യിൽ വലിയ തോക്കുണ്ട് എന്ന് പറഞ്ഞതുപോലാണല്ലോ ഇപ്പം പറഞ്ഞത്. അതുകൊണ്ട് നീ എന്താക്കുക, നിൻ്റെ ഉമ്മൻ്റെ അടുത്ത് പോയി പറയാം. അടുത്തത് അസീന സദ് എന്ന്, ഈ AAZA ആസാദ് എന്നാണ് ഉദ്ദേശിച്ചത്. ഒരു ഷിറ്റിട്ടതിൻ്റെയും ഒരു പുക പോയതിൻ്റെയും ആണ് ഇമോജി ഇട്ടിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹസീനയുടെ വീട്ടിൽ ഇന്നലെ പരിപ്പ് കറി ആയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഹസീനയുടെ വീട്ടിൽ ഇന്നലെ പരിപ്പ് കറി ആയിരുന്നു. സാജിദ ഷാജി, ചുരിദാർ മുതലാളി. എന്തുവാ സാജിദ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സീക്രട്ടായിട്ട് വെച്ചതായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞ് എല്ലാവരും ഇപ്പോൾ അതറിഞ്ഞില്ലേ ഞാനൊരു ചുരിദാർ മുതലാളിയാണ് എന്നുള്ളത്. ഞാനിങ്ങനെ മാറ്റി മാറ്റി ഡ്രസ്സൊക്കെ ഇടുന്നതിൽ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഗൈസ്. എനിക്ക് പകുതി മുക്കാലും സ്പോൺസർഷിപ്പാട്ടോ. എനിക്കെന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോഴേക്ക് സ്പോൺസറായിട്ട് ആരെങ്കിലും വരൂ. അതുകൊണ്ട് എനിക്ക് അത് വിഷയമില്ല. ഞാനിങ്ങനെ മാറ്റി മാറ്റി ഡ്രസ്സ് ഇടുമ്പോൾ ഇങ്ങനെ കുശുമ്പ് കാണിച്ചിട്ട് കാര്യമില്ല എൻ്റെ സാജിദ. എന്ത് ചെയ്യാനാ, ചുരിദാർ മുതലാളിയായിപ്പോയില്ലേ. ഞാൻ ഇതാരോടും പറയില്ല എന്ന് വിചാരിച്ചതാ. പിന്നെ സാജിദയായിട്ട് എന്നെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പൊങ്ങിച്ച് പോടുന്നു. യൂസർ എന്ന് പറയുന്നത് നിങ്ങൾ യൂസുഫ് എന്നൊക്കെ ഉദ്ദേശിക്കരുത്. യൂസർ എന്ന് പറഞ്ഞിട്ട് PYRNB 9 8 ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത്. പടച്ചവൻ കരുതിയാൽ നടക്കില്ലേ? പടച്ചവൻ കരുതിയാൽ ഏത് നടക്കാത്തവനും നടക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ നടക്കുന്നുണ്ട്. എനിക്ക് കാലിന് കുഴപ്പമൊന്നുമില്ല, കൈക്കാണ് കുഴപ്പം. അത് നന്നായിക്കെന്ന് ഇപ്പം നിങ്ങൾ പറയും. ഞാൻ നടക്കാറുണ്ടല്ലോ, പിന്നെന്താ ഇവനിങ്ങനെ ഇട്ടത്? അതെനിക്ക് മനസ്സിലായില്ല. ഏതായാലും പടച്ചവൻ കാരണം നടക്കാത്ത ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കൂട്ടത്തോടെ പ്രാർത്ഥിക്കാം. സീനത്ത്, കുറേ ആയല്ലോ സീനത്തിൻ്റെ മെസ്സേജ് കണ്ടിട്ട്. സീനത്ത് പിന്നെ വീഡിയോസൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു. ഈ തേവിടിച്ചി എന്നെയാന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. നീ എന്തിൻ്റെ പുറപ്പാടാണ്? ഒരു താങ്ങാൻ പറ്റാത്ത
വലുത് ഒന്ന് വരുന്നുണ്ട് കേട്ടോ, ഒരു താങ്ങാൻ പറ്റാത്ത ഒന്ന് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കർത്താവെ, തേങ്ങയൊന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു. തലയിൽ വീണാലേ തല പൊട്ടി ചോര വരുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ, തേങ്ങയാവാതിരുന്നാൽ മതിയായിരുന്നു. വാലിൽ കടിച്ചിട്ടേ ഉള്ളൂന്നോ? എൻ്റെ പൊന്നാര സീനത്തെ, എനിക്ക് വാലില്ല സീനത്തെ. എനിക്ക് പണ്ട് ഇവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു, കോയ എന്ന് പറഞ്ഞിട്ടുള്ള. ആ പൂച്ചക്കൊരു വാലുണ്ടായിരുന്നു, അതിട്ട് ഞാൻ കടിച്ചിട്ടുമില്ല. കർത്താവാണെ സത്യം ഞാൻ കടിച്ചിട്ടില്ല കേട്ടോ. കള്ളത്തരം പറഞ്ഞാൽ കണ്ണ് പൊട്ടിപ്പോകേ. അടി തുടങ്ങാൻ പോകുന്ന മോളെ, അടി തുടങ്ങാൻ പോകുന്ന മോളെ. ഒരു ദിവസം മുമ്പ് ഇട്ട കമൻ്റാണ്, അതും രാത്രി ഇട്ടതാണ്. സീനത്ത്, എന്തിനാ സീനത്തെ ഇതൊക്കെ ഇവിടെ വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് പറയുന്നത്? നിങ്ങളെന്തോ ആയിക്കോളി, നിങ്ങളിതൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് വന്ന് പറയേണ്ട എന്ത് കാര്യമാണുള്ളത് സീനത്തെ? അടി തുടങ്ങാൻ പോകുന്ന മോളെ, കാത്തിരിക്കൂ, 100% ഉറപ്പ്. നിനക്ക് നിൻ്റെ കെട്ടിയോ 100% ഉറപ്പ് തന്നതിന് ഞങ്ങളിപ്പോൾ എന്താക്കാനാ? എനിക്ക് അതിനൊരു മറുപടി ഇല്ല ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും മനസ്സിലായോന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്താണെന്നുള്ളത്. ഞാൻ ഒന്നും പറയുന്നില്ല. നൗഫൽ പീട്ടക്ക് എന്താ നിൻ്റെ തന്ത മജീദ്, വെറും മജീദല്ല, അബ്ദുൽ മജീദ് KP. പണ്ട് ഹെവി വെഹിക്കിൾ ഡ്രൈവറായിരുന്നു, ഇപ്പം ഓട്ടോ ഡ്രൈവറാണ് എൻ്റെ തന്ത. അറിയില്ലായിരുന്നു കേട്ടോ, തന്തയുടെ പേരറിയില്ല എന്നുള്ളത്. ആർക്കും ഞാൻ പിള്ളേർ വരെ ഇരിക്കുമെന്ന് വിചാരിച്ച് വാതിൽ തുറന്നിട്ടതാ. സുലേഖ മാംസം കഴിച്ച് ഗുരുവായൂർ അമ്പലത്തിലേക്ക്. പിന്നെ കുറേ സ്മൈലി ഇട്ടിട്ട്, എന്താ അല്ലേ പോപ്കോണിൻ്റെ അകത്ത് മാംസം ഉപയോഗിക്കുമോ? ഞാൻ ഗുരുവായൂരേക്ക് പോകുന്ന സമയത്ത് പോപ്കോണാണ് കഴിച്ചിരുന്നത്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞത് പോണം ഈ മാംസം ഉണ്ടാവുമോ? എനിക്കറിയില്ല, ഞാനിതുവരെ കഴിച്ച പോപ്കോണിൻ്റെ അകത്തൊന്നും മാംസം ഉണ്ടായിട്ടില്ല. ഏതായാലും ഇത് പറയാൻ എന്തുവാണ് സുലേഖ നിനക്ക് അവകാശം? എന്തവകാശമാടി നിനക്കുള്ളത്? നീ ഒരു മുസ്ലിം മതസ്ഥയല്ലേ? നീ എന്തിനാടി ഹിന്ദുക്കളുടെ കാര്യം നോക്കുന്നത്? എന്തിനാടി നോക്കുന്നത്? ഏതായാലും പോപ്കോണിൻ്റെ അകത്ത് മാംസം ചേർക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഇന്ദിര സോമൻ എന്താ മംഗ്ലീഷാണേ ആദ്യം പറഞ്ഞതേ, ഇനി പറയണ്ട, ഇതിനെക്കാട്ടി നല്ലത് കുഞ്ഞു കുട്ടികൾ വായിക്കുന്നൊക്കെ. ഇവരാരും ഇങ്ങനെ ചെയ്യുന്നില്ല. എങ്ങനെ ചെയ്യുന്നില്ല എന്ന്? എൻ്റെ ഇന്ദിര സോമേട്ടൻ എന്തെങ്കിലും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളോട് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എൻ്റെ പോളെ. നീ സോമേട്ടനോട് പറ, അവരാരും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ. ഇത് സോമേട്ടാ നിങ്ങളെടുത്ത് വന്ന തെറ്റാട്ടോ. നിങ്ങൾ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ചേച്ചി ഇതിൽ ഇവിടെ വന്ന് കമൻ്റ് ഇടുന്നത്. എന്തുവാ ചേച്ചി? പിന്നെ അടുത്തത് ഒരു കഥ ഏറ്റിരുന്നു കൂടെ. അമ്പലത്തിൻ്റെ അടുത്തു പോയി ഒരു കഥ ഏറ്റിരുന്നു കൂടെ അമ്പലത്തിൻ്റെ അടുത്ത് പോയി തല്ലുകൂടാൻ പോകാണോ? എൻ്റെ സോമേട്ടൻ്റെ ഭാര്യയായ ഇന്ദിര മോളെ, ഞാനിപ്പോൾ അവിടെ പോയിട്ട് ആരോടാ അടി കൂടിയത്? എനിക്ക് ആ വീഡിയോയിൽ ഞാൻ ആരോടെങ്കിലും അടി കൂടിയത് കണ്ടോ സോമേട്ടൻ്റെ ഭാര്യയെ? എന്തുവാണിത്? സോമേട്ടൻ നല്ലതായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് കമൻ്റ് ഇടേണ്ട എന്തെങ്കിലും വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നമ്മുടെ സോമേട്ടൻ്റെ ഇന്ദിരേച്ചി തന്നെ കേട്ടോ. നിൻ്റെ തുളസി
ഇല്ലെങ്കിലും തുളസി ഇല്ലെങ്കിലും പൂങ്ങിക്കില്ലെന്നോ, ഇനിയെങ്കിലും നിർത്തി ഈ പൊറാട്ട നാടകം. എൻ്റെ പൊന്നാര മുള, ഒന്നാമത് ഞാൻ പൊറാട്ട അങ്ങനെ കഴിക്കാറില്ല. പൊറാട്ടയും നാടകവും കൂടി കളിക്കുന്നോണ്ടോന്നില്ല എനിക്കറിയില്ല. പിന്നെ നിൻ്റെ സോമേട്ടൻ്റെ തുളസി പൊങ്ങാത്തത് എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഇന്ദിര വല്ലാത്ത തുള്ളൽന്നോ, വല്ലാത്ത തുള്ളൽ. ഞാനെന്താ ഓട്ടം തുള്ളലിനെങ്ങാൻ പോയിട്ടുണ്ടായിരുന്നോ? വിശ്വാസം ഉള്ളവർ അങ്ങനെ കാട്ടിക്കൂട്ടൂല. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സോമേട്ടൻ്റെ ഇന്ദിര ചേച്ചിനോട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിനക്ക് കണ്ണനോട് ഇഷ്ടമുണ്ടെങ്കിൽ, നിനക്ക് കണ്ണനെ വിശ്വാസമുണ്ടെങ്കിൽ, നിനക്ക് കണ്ണനോട് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിന് ഗുരുവായൂർ നടയിൽ പോയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവരോടായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നാൽ എല്ലാവർക്കും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാ ഗുരുവായൂർ അമ്പലത്തിൽ ഇത്രയും ക്യൂ നിന്ന് എല്ലാവരും കണ്ണനെ കാണുന്നത്? എല്ലാവർക്കും പുറത്ത് നിന്നിട്ട് കണ്ണനെ വീട്ടിൽ കുത്തിരുന്ന് കണ്ണാന്ന് വിളിച്ചാൽ പോരായിരുന്നോ? ഗുരുവായൂർ നടയിലേക്ക് എന്തിനു പോകണം? അപ്പം ഗുരുവായൂർ നടയിലേക്ക് പോകുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് എല്ലാവരും ഗുരുവായൂരേക്ക് അമ്പലത്തിൽ പോകുന്നത്. അല്ലാതെ സോമേട്ടൻ്റെ ഇന്ദിര ചേച്ചിനോട് പറയാനുള്ളത് പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഞാൻ കണ്ണനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. ഇതൊക്കെ നടക്കും. നാടകം. ഏതൊക്കെ നാടകം? എന്നാലും ഉണ്ട് സോമേട്ടൻ്റെ ഇന്ദിര ചേച്ചിയെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ സോമേട്ടൻ്റെ തുളസി പൊങ്ങൂലെന്നും പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടൊരു കാര്യമില്ല. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു ഇന്ദിര ചേച്ചിയെ, സോമേട്ടൻ്റെ അസുഖത്തിന് ഇപ്പോൾ കുറവുണ്ടോ? ഞാൻ കാണാൻ വരാതിരിക്കുന്നത് എന്താണെന്നറിയോ? മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കാണാൻ പോകുന്ന സമയത്ത് ആ പേഷ്യൻറ്റിൻ്റെ അസുഖം എന്താണോ അതും നമ്മൾ കാണേണ്ടി വരും. സോമേട്ടന് മൂലക്കുരുവിൻ്റെ അസുഖമാണ്. കഴിഞ്ഞ ദിവസം വരെ ഹോസ്പിറ്റലിലായിരുന്നു. ഈ ഇന്ദിരേച്ചിനെ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ പോകുമ്പം സോമേട്ടൻ്റെ മൂലത്തിൽ നോക്കിയിട്ട് കുറവുണ്ടോ സോമേട്ട എന്ന് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ സോമേട്ടനെ കാണാൻ വരാത്തത് എന്നൊന്ന് ഇന്ദിരേച്ചി സോമേട്ടനോട് പറയണം കേട്ടോ. ഇനി ഫാത്തിമ അയച്ചതാ. ജസ്ന കല്യാണി ഗുരുവായൂർ കുട്ടികൾ വരില്ലേന്നോ? കല്യാണിയല്ല, ചിലപ്പോൾ കല്യാണത്തിനായിരിക്കും ഉദ്ദേശിച്ചത്. അയക്കുമ്പോൾ മര്യാദ കേൾക്കണ്ടേ ഫാത്തിമ? എന്തുവാടെ ഇത്? എൻ്റെ കല്യാണം അങ്ങനെ ഗുരുവായൂർ വെച്ച് നടക്കുക വെച്ചാൽ എൻ്റെ മോൻ തന്നെ താലിയെടുത്ത് തരും. ഡെഫിനറ്റ്ലി ഉറപ്പാണ്. എൻ്റെ മക്കൾക്ക് ഉണ്ടല്ലോ ജാതി മതമൊന്നും ഇല്ലാത്തതാണ്. എൻ്റെ മോന് എൻ്റെ കൂടെ അമ്പലത്തിൽ വരാറുണ്ട്, ചർച്ചിൽ വരാറുണ്ട്. അവൻ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാറുണ്ട്. എൻ്റെ മോളും അതേപോലെ തന്നെയാണ്. അവൾ നൈൽ പോളിഷ് ഇടും, അതേപോലെ നിസ്കരിക്കും. അപ്പം നൈൽ പോളിഷ് ഇടുന്ന ആൾക്ക് നിസ്കരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് റിമൂവ് ചെയ്യാൻ നിസ്സാര സമയം മതി എന്നുള്ളതും നൈൽ പോളിഷ് ഇടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൂട്ടിച്ചേർക്കുക. ഇനിയിപ്പോൾ ജസ്നയുടെ മോൾ നൈൽ പോളിഷ് ഇട്ട് നിസ്കരിച്ചു എന്ന് പറയണ്ട, അവൾ യാസീൻ ഓതും. ഏത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ, എൻ്റെ ഉമ്മ ഓതിപ്പിക്കുന്നതാണ്. അതേപോലെ ചർച്ചിൽ പോകുന്ന സമയത്ത് ഞാൻ കുരിശ് വരയ്ക്കുന്നത് കണ്ട അവളും കുരിശ് വരയ്ക്കും. അതേപോലെ അരുണിന് ഒരു പരിപാടിയുണ്ട്, അമ്പലത്തിൻ്റെ മുമ്പിലെത്തിയാൽ ഇങ്ങനെ ഇതാക്കുന്നത്. ഇവളും അത് ചെയ്യലുണ്ട്, ഇവളും എല്ലാം ചെയ്യാറുണ്ട്. എൻ്റെ 2 മക്കളും ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ജാതി മതമൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു ഇതേ ഉള്ളൂ, മനുഷ്യൻ എന്നുള്ള വാക്ക് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ഞങ്ങൾ മുസ്ലിം മതസ്ഥർ, ഹിന്ദു മതസ്ഥർ. എൻ്റെ മക്കളുടെ പേര് കേട്ടാൽ, അല്ലെ എൻ്റെ പേര് എല്ലാവരും പറയുന്നത് ജസ്ന എന്ന് പറയുന്ന പേര് മുസ്ലിം മതസ്ഥയുടെ പേരാണ്. ജസ്ന എന്ന് പറയുന്നത് മുസ്ലിം മതസ്ഥയുടെ പേരല്ല, കോമൺ ആയിട്ട് ഇടുന്നൊരു പേരാണ്. എൻ്റെ മക്കൾക്കും ഞാൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, കോമൺ ആയിട്ടുള്ളൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ പേര് കേൾക്കുമ്പം തന്നെ എൻ്റെ മക്കളുടേത് ഇന്ന മതമാണ് എന്ന് മനസ്സിലാവില്ല. നേരെ മറിച്ച് എൻ്റെ മോളെ ഫാത്തിമ എന്ന് വിളിക്കും കേട്ടോ വീട്ടിൽ, അത് പറയും. അത് മതം പറയുക തന്നെ ചെയ്യും ഏതാ മതസ്ഥ എന്നുള്ളത്. പക്ഷെ അവളെ സ്കൂളിൽ അവളുടെ പേരോ അല്ല അവൻ്റെ പേരോ കേട്ടാൽ ഏത് മതസ്ഥനാണ് എന്നുള്ളത് അവനോട് തന്നെ ചോദിക്കേണ്ടി വരും. അല്ലാതെ ആ പേരിലൂടെ അവർക്ക് മനസ്സിലാവില്ല. യാസിർ, ഇവൾ വടിയല്ലേന്നോ?
എന്തുവാണ് യാസിറെ? വടിവേലു എന്ന് പറഞ്ഞിട്ടൊരു നടൻ എനിക്ക് തമിഴിൽ അറിയാം. ഇനി വെടി എന്നാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. വെടി എന്നാ ഉദ്ദേശിച്ചാൽ അത് നിൻ്റെ ഉമ്മ. ഞാൻ വായിച്ചയിൽ വന്ന തെറ്റല്ല, യാസർ അയച്ചയിൽ തന്നെയുള്ള തെറ്റാ. ഇവൾ വടിയാണോന്ന്. ഇനി വടിയാ, ഓ സോറി, ഇവൾ വടി ആയില്ലേന്നാ ചോദിച്ചത്. അതെൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്കോ, സോറി. 9ാം ക്ലാസ്സുകാരിയല്ലേ, ക്ഷമിച്ചേക്ക്. ഞാൻ വടിയായില്ല. അത് ചത്തോ എന്നായിരിക്കും ഉദ്ദേശിച്ച്. ഞാൻ വടിയായില്ല. വടിയായാൽ നീ ഒരു റീത്തുമായിട്ട് വരാണ്ടി കേട്ടോ കാണാൻ. വിദ്യാഭ്യാസത്തിനൊരു കുഴപ്പേ. സീനത്ത് അസ്രഫ്, ഇവളുടെ ഭക്തി കൂടി പ്രാന്തായാണോ? ഭക്തിയല്ല, ഭക്തി, ഭായാണ് വയ്ക്കുന്നത്. അതെനിക്കറിയാം. 9ാം ക്ലാസ് ആണെങ്കിലും എനിക്കറിയാം കേട്ടോ. ഭക്തിയാണ് വരിക, ഭക്തിയല്ല. അതെ, ഭക്തി കൂടി ഭ്രാന്തായതാണ്. എടി സീനത്തെ, എനിക്കും നിനക്കും നിൻ്റെ ഉമ്മാക്ക് സഹിതം ഏതൊരു മനുഷ്യനും ഈ ഭ്രാന്ത് എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ജെനറ്റിക്കായിട്ട് നമ്മുടെ ലൈഫിൽ അല്ലെ നമ്മുടെ ശരീരത്തിലുണ്ട്. ഭ്രാന്തിൻ്റെ ഒരു അംശം നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ. കുട്ടി പഠിച്ചിരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഭ്രാന്ത് എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ഒരവസ്ഥയാണ്. അതാദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കുതിരവട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ഭ്രാന്ത് ആശുപത്രിയാണത്. അവിടെ ഒന്ന് പോകണം. അവിടെ എല്ലാവർക്കും അങ്ങനെ എനിക്ക് കുതിരവട്ടത്ത് ഭ്രാന്തന്മാരെ കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി ചെല്ലാൻ പറ്റൂല കേട്ടോ. അവിടെ പോകുമ്പം ഡോക്ടർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആദ്യത്തെ വാക്ക് അതായിരിക്കും. എന്തിന്? ഭ്രാന്തെന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ഒരവസ്ഥയാണ്. അപ്പം നിങ്ങൾ പറയും എന്നെ തീർച്ചയായിട്ടും അവിടെ കാണിച്ചിട്ടുണ്ടാവും. കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുതിരവട്ടത്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുതിരവട്ടത്ത് പോകാനും അവിടെ വിസിറ്റ് ചെയ്യാനും അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ കാണാനും നമുക്ക് പറ്റും. അപ്പം ഞാൻ അങ്ങനെ എന്തിലെങ്കിലും ഉണ്ട് എന്ന് കൂട്ടിക്കോളൂ. ഭ്രാന്തുള്ളവർ മാത്രമല്ല കുതിരവട്ടത്ത് പോവുക എന്നുള്ളതും കൂടി ചിന്തിക്കുക. റൊസീന എന്നാണെന്ന് തോന്നുന്നു. ഒന്ന് പോടി, നടക്കൂല റൊസീന. നടക്കാത്തത് എന്താണെന്നറിയോ? ഞാൻ ഈ കമൻറ്റിന് മറുപടി തരുമെന്ന് കരുതിയിട്ടാണ് ഇത്രയും ആൾക്കാർ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അവർക്ക് മറുപടി കൊടുക്കാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ എണീറ്റ് പോയാൽ ആര് മറുപടി കൊടുക്കും? ഇനി വന്ന് മറുപടി കൊടുക്കുമോ? അതിനെക്കാട്ടി നല്ല ഒരു കാര്യം ചെയ്യും, ഇനി പോയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ പോവത്തില്ല. നീ എന്ത് ചെയ്താലും ഞാൻ പോകത്തില്ല. ചുരിദാറിന് ട്രൗസറാണോ ഇട്ടത്? ഓള് തന്നെ. ഞാനിട്ടത് പാൻറ്റാണ്. ഇനി ട്രൗസർ ഇട്ട് നടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ നടക്കണമെന്നില്ല. നിങ്ങൾക്ക് തോന്നിയോ ഞാൻ ട്രൗസർ ഇട്ടിട്ടാണ് നടക്കുന്നതെന്നുള്ളത്? എൻ്റെ പൊന്നാര മോളെ, ഷോപ്പുകാർ ഇപ്പോൾ തരുന്ന പാൻറ്റിന് ഇറക്കല്ല. ഞാൻ എന്താക്കാനാ? ഡിസൈനറുടെ ഡിസൈനാണ് പോലും പുതിയ. അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഉള്ളത് ഇടുക, അല്ലേ നമ്മൾ കസ്റ്റമേഴ്സ് ചെയ്യിക്കേണ്ടി വരുമോ? എനിക്കതിനുള്ള ടൈമില്ല. എനിക്കിഷ്ടപ്പെടുന്നു, വാങ്ങുന്നു, ഉടുക്കുന്നു. റജുല മുജീബ്, ശരിക്കും ഇവൾക്ക് വട്ടായോ? ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ കൊടുത്തു. ഏതൊരു മനുഷ്യനും വട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് മൂർധന്യാവസ്ഥയിലെത്തുന്ന സമയത്താണ് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് ആവശ്യം വരുന്നത് കേട്ടോ. ബീന രാജു, ഇത് കരിം തുളസിയാണ്, കൃഷ്ണ തുളസിയല്ല. അതെനിക്കറിയില്ല ബീന രാജു. എൻ്റെ അറിവിൽ അത് കൃഷ്ണ തുളസിയാണ്. കാരണം ഇവിടെ അമ്പലത്തിലേക്കൊക്കെ വേണ്ടിയിട്ട് അവരെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തുളസി ഞാൻ ഇതിനു മുമ്പ് കൊണ്ടുപോയ തുളസി മാല കെട്ടാൻ അവരെടുത്തിട്ടുണ്ട്. അല്ലാതെ ഇവിടെ തൊട്ടടുത്ത അമ്പലമുള്ളതാണ്. അപ്പം എന്തെങ്കിലും പരിപാടിൻ്റെ അവർ തുളസി നുള്ളാൻ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കൃഷ്ണ തുളസിയാണ് എന്ന് പറഞ്ഞത്. കരിന്തുളസി പൂജക്കാരും എടുക്കാറില്ല. അതും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ഹൈന്ദവരുടെ വലിയ വിശ്വാസമല്ല. ഞാൻ ഫസ്റ്റത്തെ ദിവസം തുളസി കത്രിക കൊണ്ടാണ് വെട്ടി. അപ്പം എനിക്കൊരു സഹോദരൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തു, അങ്ങനെ തുളസി അങ്ങനെ നുള്ളാൻ പാടില്ല. തുളസി നുള്ളുമ്പോൾ പതിയെ വേണം നുള്ളാൻ. തുളസി പോലും അറിയരുത് തുളസി നുള്ളുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പം ഞാൻ പതിയെ നുള്ളി. അപ്പോൾ അടുത്ത ആൾ എനിക്ക് മെസ്സേജ് അയച്ചു, തുളസി നുള്ളുന്ന സമയത്ത് 2 കൈയും കൂട്ടി വേണം തുളസി നുള്ളാനെന്ന്. അപ്പം ഞാൻ 3ാമത് അത് ശരിയാക്കി 2 കൈയും കൂട്ടിയിട്ട് തുളസി നുള്ളൽ തുടങ്ങി. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും വലിയ പിടുത്തലൊക്കെ അറിഞ്ഞും പഠിച്ചും വരുന്നേ ഉള്ളൂ.
കരിന്തുളസി വല്ല മരുന്നുണ്ടാക്കാനോ പിന്നെ തേള് കുത്തിയാൽ അതിനൊക്കെ എടുത്തു അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കും. ഇവരുദ്ദേശിച്ചത് മരുന്നിന് വേണ്ടിയിട്ടോ അല്ലെ തേള് കുത്തിയാൽ പാമ്പ് കുത്തിയാൽ എടുക്കുമോ? പാമ്പ് കുത്തിയാൽ എടുക്കുമെങ്കിൽ ഒന്ന് പറയണേ. അഥവാ പാമ്പ് കടിച്ചാൽ നേരെ തുളസീൻ്റെ നീര് പോയിട്ട് എടുത്തുകാനും തേച്ചാൽ മതിയല്ലോ, നമുക്ക് ജീവൻ തിരിച്ചു കിട്ടുമല്ലോ. കഷ്ടം തന്നെ നിൻ്റെ കാര്യം, അതന്നെ എനിക്കും പറയാനുള്ളത്, കഷ്ടം തന്നെ. ഇനി രാജു ബാക്കിയുണ്ട്. എന്തോ ആയിക്കോട്ടെ, നമുക്ക് രാജു മതി. എന്നാൽ പിന്നെ ഹിന്ദുമതം സ്വീകരിച്ച് കണ്ണനെ കാണാൻ പാടില്ലേ? അപ്പോൾ ബിസിനസ് നടക്കില്ലല്ലോ. അതിനുള്ള മറുപടി ഞാൻ തന്നിട്ടുണ്ട്. എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഒരു കാലത്ത് ഞാൻ ഹിന്ദുമത ആചാരപ്രകാരം കണ്ണനെ കയറി കാണും, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ അത് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ വാർദ്ധക്യത്തിലേ ഞാൻ കാണുള്ളൂ. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ടുകൊണ്ട് ഒരാളെ സ്നേഹിക്കുന്നതും കാണാമറയത്ത് നിന്ന് ഒരാളെ സ്നേഹിക്കുന്നതും തമ്മിൽ രണ്ടാണ്. കണ്ടിട്ട് സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് അതിന് ഒരു എന്താ പറയുക, ആ ഒരു ഫീല് ഒന്നും കാണാമറയത്ത് നമ്മളിതുവരെ കാണാത്ത ഒരാളെ മനസ്സിലിങ്ങനെ ആരാധിച്ച് കൊണ്ടുകൊണ്ട് നടന്ന് സ്നേഹിക്കുന്നതും തമ്മിൽ രണ്ടാണ്. എനിക്കെൻ്റെ അവസാന കാലത്ത് കണ്ടാൽ മതി, അപ്പോഴാണ് എനിക്കൊരു സന്തോഷം. കാണാമറയത്തിരുന്ന് എനിക്ക് കണ്ണനെ കണ്ട് എനിക്ക് സ്നേഹിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ലക്ഷ്മി പിന്നെയും അങ്ങോട്ട് പോയി. പോലീസ് എന്താണ് ഇവളെ അറസ്റ്റ് ചെയ്യാത്തത്? എൻ്റെ പൊന്നാര ലക്ഷ്മി, ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. അമ്പലത്തിൽ നിന്ന് റീൽസ് എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ദേവസ്വം എൻ്റെ പേർക്ക് കേസ് കൊടുത്തത്. അപ്പം ആരെങ്കിലും കൊന്നാലൊക്കെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ എന്തെങ്കിലും അവിടെ ഹൈന്ദവർക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ ബോർഡ് മറികടന്ന് പോയി അവിടെ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയാലൊക്കെയാണ് അറസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് പോലീസുകാർക്ക് ഈ അമ്പലത്തിൻ്റെ പരിസരത്തൂടെ നടക്കുന്ന നീ ജസ്റ്റാസലീമല്ലേ, ഇനി അമ്പലത്തിൻ്റെ പരിസരത്തൂടെ നടന്നു വാ, ഇനി പോരിന്ന് പറഞ്ഞ് കയറ്റി കൊണ്ടുപോകുന്ന പരിപാടിയല്ല, അതിനല്ല പോലീസുകാർ നിൽക്കുന്നത്. വിവരക്കേട് ഒരു തെറ്റല്ല ലക്ഷ്മി. മൊയ്തീൻ ഷാ, ജസ്ന മായാവി, ഇതിന് മുമ്പ് ഇയാൾ ഇട്ടിട്ടുണ്ടല്ലോ, ഞാൻ എന്ത് മായാവിയാണ് എനിക്കറിയില്ല കേട്ടോ. നസീമ, ഒരു ചിരിക്കുന്ന സ്മൈൽ, കണ്ണിന്ന് വെള്ളം വരുന്ന സ്മൈൽ ഇമോജി ഇട്ടിട്ടുണ്ട്. എന്താ സൽമാൻ വ്ളോഗ്, നീ തളർന്നത് കൊണ്ടല്ലേ ആത്മഹത്യ ചെയ്യാൻ ചെയ്യൽ നാടകം എന്നോ? അതെ, ഞാൻ തളർന്നത് കൊണ്ട് തന്നെയാണ്. തളരുന്ന സമയത്ത് ആരും ചിന്തിക്കുക മരണത്തെക്കുറിച്ച് മാത്രമാണ്. അത് ഞാനെന്നല്ല, ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അതിപ്പം പറയാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ട് കൈൻ്റെ കെട്ടിൻ്റെ കുറവല്ല കൂടി വരിക ചെയ്യുന്നത്. അടിച്ചോടിക്കുന്നതിന് മുമ്പേ ഓടുന്നത് കണ്ടോ അവിടുന്ന്? എൻ്റെ പൊന്നാര മോനെ സലാമേ, ഞാൻ അവിടുന്ന് ഓടിയതായിട്ടുള്ള ഒരു വീഡിയോയും ഞാനതിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി നിനക്ക് ഓടിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിനക്കത് ഓടി ശീലമുള്ളത് കൊണ്ടായിരിക്കാം, മേ ബി, എനിക്കറിയില്ല. ഷഫീഖ്, എന്താ പരുന്തിനോട് എന്താ പറയുന്നത്? പൊന്നാര ഷഫീഖ്, നീ ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. അത് പരുന്തല്ല. അപ്പം നീ പറയും അത് കണ്ടാൽ പരുന്തല്ലേ എന്ന്. അത് പരുന്തായിട്ടല്ല, അവിടെ പരുന്താണ് അത്. പക്ഷേ അതിൽ അവിടെ വേറൊരാളും കൂടിയുണ്ട്. മഞ്ജുള എന്ന് പറഞ്ഞൊരു ഭക്തയുടെ പ്രതിഷ്ഠയും കൂടി അവിടെയുണ്ട്. ഞാൻ ആ പ്രതിഷ്ഠയോടാണ് സംസാരിച്ചത്, അല്ലാതെ പരുന്തിനോടല്ല സംസാരിച്ചത്. ഇനിയിപ്പോൾ പരുന്തിനോടാണ് പോലും സംസാരിച്ചത്, നീ എന്തിനാടാ രണ്ട് കൈയും ഇങ്ങനെ കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കാറ്? ആരോടാ?
നിൻ്റെ പടച്ചോനോടല്ലേ, അതേപോലെ ഞാൻ എൻ്റെ പടച്ചോനോട് സംസാരിച്ചു എന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ? ഷഫീക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടൂ കേട്ടോ. ഹനിയ മെഹറിൻ വന്നിട്ടുണ്ട്. ചോറ് വേണ്ട, ലൈറ്റായിട്ട് ഫ്രൈഡ് റൈസ് കഴിക്കാം. 2 സ്മെയിലും. ഞാൻ സത്യം ഹനിയ, ഞാൻ ചോറ് എന്നില്ല, ഞാൻ എന്തെങ്കിലും ജ്യൂസ് കുടിക്കാമെന്ന് കരുതിയതായിരുന്നു. അപ്പോൾ രാവിലെ ഇതിൽ ഒരാൾ പറഞ്ഞത് പോണം മാംസം കൂട്ടിയ പോപ്കോൺ ആണ് ഞാൻ കഴിച്ചത്. പിന്നെ ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല വെച്ചാൽ വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ ലേറ്റ് ആവും. അപ്പോൾ എനിക്ക് ഷുഗർ കുറയുന്നൊരു പ്രശ്നമൊക്കെ ഉണ്ട്, പ്രായത്തിൻ്റെതാണേ. അപ്പോൾ ചോറ് കഴിച്ചിട്ടില്ല വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ബസ്സിന്നുണ്ടായാൽ അതെനിക്ക് പണി പാളും. അതുകൊണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് മേടിച്ചു. പക്ഷേ ഫുള്ള് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, സത്യമായിട്ട്. ഇല്ല, അതിൻ്റെ തലേ തേങ്ങ വീണോട്ടെ, ബാക്കി അരുണാണ് കഴിച്ചത്. ഈ തള്ളക്ക് ശരിക്കും എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് കുഴപ്പമുണ്ട്, ഇല്ല ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളോട് പറയാറുള്ളത്. സുമയ്യ, ആരെങ്കിലും പരിഹസിക്കാതെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നേറുക. ഞാൻ ആരെയും പരിഹസിക്കുന്നില്ല സുമയ്യ. നിനക്ക് പരിഹാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ചിന്താഗതി മാത്രമാണ്. ഞാൻ ഇവർക്കൊക്കെയുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. ഇങ്ങോട്ട് എന്താണോ തരുന്നത് അതേ അങ്ങോട്ടും തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് മണ്ണ് വാരി എറിയുമ്പം അങ്ങോട്ട് എനിക്ക് സ്വർണം വാരി എറിയാൻ പറ്റൂല, മണ്ണ് തന്നെ വാരി എറിയാൻ പറ്റുള്ളൂ. ചന്ദ്രൻ കുറേ ഹാർട്ടും കുറേ നമസ്കാരവും ഇട്ടിട്ടുണ്ട് കേട്ടോ. സിന്ധു അർജുൻ, പ്രിയ ഇവൾ എന്ത് കൃഷ്ണഭക്തയാണ്. പ്രിയ എന്ത് കൃഷ്ണഭക്തയാണെന്നൊന്നും എനിക്കറിഞ്ഞൂടെ. നമ്മുടെ പ്രിയ ചേച്ചിനെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. വെറുതെ അല്ല, ബാക്കി ഞാൻ പറയുന്നില്ല. എന്താ ഫുള്ള് വായിച്ചോട്ടെ. ഈ പ്രിയക്ക് വേണ്ടിയാണോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്? ഇതെനിക്ക് സപ്പോർട്ടായിട്ടുള്ള മെസ്സേജാണ്. അപ്പോൾ ഇത് ഞാനിട്ട മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം കമൻറ്റ് വരും. ഗുരുവായൂരപ്പന് വേണ്ടിയാണ് ജസ്ന തുളസി എടുത്തത്. അതെ, ഞാൻ ഗുരുവായൂരപ്പന് വേണ്ടിയിട്ടാണ് തുളസി എടുത്തത്. ആ തുളസി എടുത്ത പറമ്പിൻ്റെ പേത്ത അവസ്ഥയും ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പ്രിയ ചേച്ചിക്ക് നന്നായിട്ട്. അത് ഇല്ലാതാക്കിയത് ഒരു പാട്ടുണ്ടാക്കി കൃഷ്ണഭക്തയായ പ്രിയ. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കൃഷ്ണഭക്തയാണ് പ്രിയ എന്നുള്ളത്. ജസ്ന 2 ഹാർട്ട് ഇട്ടിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ താഴ്ഞ്ഞാൽ നമ്മളാരും തഴഞ്ഞാൽ എന്നാണ് എന്താ ഉദ്ദേശിച്ചതെന്നറിയില്ല. ഗുരുവായൂരപ്പൻ തഴഞ്ഞാൽ നമ്മളാരും അല്ലെങ്കിലും നമ്മളുടെ ജീവിതം എത്തുക തന്നെ ചെയ്യും. എന്താ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാനും അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ പല പരീക്ഷണങ്ങളും തരും, പക്ഷേ ഗുരുവായൂരപ്പൻ ഒരു പിടി പിടിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രമേൽ ഇതാണ്, ഭയങ്കര പരീക്ഷണത്തിൻ്റെ ഉസ്താദാണ് പോലും. ഈ ഉസ്താദ് എന്ന് പറയുമ്പോൾ മുസ്ലിം നാമധാരികളുടെ ഒരു സംഭവമാണ്. പക്ഷേ ഉസ്താദ് എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു സിനിമ വരെ ഉണ്ട് കേട്ടോ, അതും ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ മുസ്ലിംസ് അല്ല പ്രശ്നം, അടുത്ത വീട്ടിലെ മുസ്ലിമാണ് ഇപ്പോൾ തുളസി കൊടുത്തതും. സത്യം, അടുത്ത വീട്ടിലെ മുസ്ലിംസിനോട് മേടിച്ചിട്ടാണ് ഞാൻ കണ്ണിന് തുളസി കൊണ്ടു കൊടുത്തത്. ജസ്ന, ആരെയും വെറുപ്പിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക. ഞാൻ കഴിയുന്നതും ആരെയും വെറുപ്പിക്കുന്നില്ല. പക്ഷേ എന്നെ ഒരാൾ വെറുക്കുന്നതിൽ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. എന്നെ വെറുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരോടും കെഞ്ചാനും പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് എന്താണോ തരുന്നത് അതേ തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ തുളസി ഭണ്ഡാരത്തിൻ്റെ മുകളിലായിരുന്നു സമർപ്പിക്കാറ്. ഇപ്രാവശ്യം ഞാൻ പോയ സമയത്ത് ആ ക്യൂ നിൽക്കുന്നതിൽ ഒരു ചേട്ടൻ്റെ കയ്യിൽ ഒരു തുളസിയുടെ കെട്ട് ഞാൻ കണ്ടു. അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ തുളസി ഒന്ന് നിങ്ങൾ ഉള്ളിൽ കണ്ണന് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പം അവരവരെ വൈഫിനെ തോണ്ടിയിട്ട് ഇവൾ വിളിക്കുന്നതെന്ന് പറഞ്ഞു. വന്നോ? എൻ്റെ മക്കൾ വന്നതാണ്.
അപ്പോൾ ആ ചേച്ചിനോട് ഞാൻ ചോദിച്ചു, ഈ തുളസി ഒന്ന് ഉള്ളിൽ കണ്ണന് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അത് കേട്ട് അവിടെ നിൽക്കുന്ന ഒരു അമ്മമ്മ എന്ന് പറയാം, നല്ല പ്രായമുള്ള ഒരാളാണ്. ആ ആൾ പറഞ്ഞു, നിനക്കൊരു കാര്യം കേൾക്കണോ മോളെ, നീ കൊടുക്കുന്ന തുളസിയൊന്നും ഗുരുവായൂരപ്പനെ എടുക്കില്ല, ദേവസക്കാർ ലേലം ചെയ്യുക. അതുകൊണ്ട് ഉള്ളു കൊടുത്താലും പുറത്ത് സമർപ്പിച്ചാലും ഒക്കെ കണക്ക് തന്നെയാണ് എന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് എന്താണെന്നറിയോ, ദേവസ്വം എടുക്കൂലായിരിക്കാം, പക്ഷേ ഗുരുവായൂരപ്പനെ എടുക്കുമല്ലോ. ഗുരുവായൂരപ്പന് കാണാൻ പറ്റില്ല നമ്മുടെ മനസ്സ്. അപ്പോൾ ഗുരുവായൂരപ്പനെ എടുത്താൽ മതി. ദേവസ്വം അത് എടുക്കണമെന്നോ ദേവസ്വം അതിൽ കൂടെ പൂജ കഴിപ്പിക്കണമെന്നോ എന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യമല്ല. ഞാൻ കൊടുത്തത് ഗുരുവായൂരപ്പനാണ്. അത് നേരിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിലേക്ക് എത്തിച്ച് കൊടുക്കാൻ പറ്റിയാൽ അതെനിക്ക് സന്തോഷമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തത്. അതുകൊണ്ട് അവർ അത് ഉള്ളിൽ കൊടുക്കുകയും ചെയ്തു കേട്ടോ. എന്നും ഭണ്ഡാരത്തിൻ്റെ മുകളിൽ സമർപ്പിക്കുന്നത് നേരെ ഉള്ളിൽ കൊടുത്തു. കുളിച്ചോളി രണ്ടാളും എടാ അമ്മൻ്റെ കമ്മല് വീണു. എടാ തൂങ്ങുന്നു. പക്ഷെ ഇവിടെ ഹാളിലുണ്ടായി. ഞാൻ പേടിച്ചു പോയി, അതിനെക്കാട്ടിലും പേടിച്ചു പോയി. ശ്രദ്ധിക്കണ്ടേ അമ്പാനേന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, കിട്ടിയില്ലേ അമ്പാനെ കേട്ടോ. മക്കളടുക്കം ഉമ്മാനെ റെസ്പെക്റ്റ് ചെയ്തിട്ടും കിട്ടണം. മദ്രസയെ പറഞ്ഞിട്ടാ. റസീന അസൈനാർ ആ മോനെയെങ്കിലും നല്ല ബുദ്ധി കൊടുക്കണേ റബ്ബേ. ഇപ്പം അതാ ഞാൻ മോൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന അമ്പാനേന്നും വിളിച്ച് പോയതാണ്. ഒന്നൊരു ആമീൻ പറഞ്ഞാള്. ആ മോനെയെങ്കിലും നല്ല ബുദ്ധി കൊടുക്കണേ റബ്ബേ. ആ അതാ മോന് പറയുന്നു, ബുദ്ധി കൂടിപ്പോയാൽ പ്രശ്നമാവും പോലും. അതിനെക്കൊണ്ട് പോകുന്ന ആളുള്ള ബുദ്ധി മതിയല്ലേ. കിട്ടിയല്ലോ റസീന, ഇനി പോരെങ്കിൽ ചോദിച്ചാൽ മതി, അവൻ തരൂ കേട്ടോ. സുലൈഖ പാവം, ഏതോ ഒരു സലീം എന്ന പേര് നശിപ്പിച്ചു എന്നോ. ഏതോ ഒരു സലീം ആ പേര് നശിപ്പിച്ചു. ഏതോ ഒരു സലീമല്ല, എൻ്റെ ഭർത്താവ് സലീം. അവൻ്റെ പേര് ഇതുവരെ നശിച്ചതായിട്ട് കേട്ടിട്ടില്ല. പണ്ട് കാലത്ത്, അതായത് 2009 എന്നെ ഒരാൾ കാണുന്ന സമയത്ത് സലീമിൻ്റെ ഭാര്യ അല്ലേ എന്നായിരുന്നു ചോദിക്കാറ്. ഇപ്പം സലീമിന് ഇപ്പം 2025 ആയ സമയത്ത് സലീമിന് ഒരാൾ കാണുമ്പം ജസ്നയുടെ ഹസ്ബൻഡ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. മാറ്റം വന്നൊരു മാറ്റേ. സുലേഖ തന്നെ ചോദിക്കുന്നു, ഈ ജലജ എന്ന് ഇട്ടാൽ നന്നായിരിക്കും. എനിക്ക് ജലജ എന്നുള്ള പേര് വേണ്ട. എനിക്ക് ഞാനിപ്പം മതം മാറുകയാണെങ്കിലും ജസ്ന എന്ന് പേരിടുള്ളൂ. കാരണം ജസ്ന എന്നുള്ളത് കോമൺ ആയിട്ടുള്ള നൈമാണ്. അതുകൊണ്ട് അത് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. സുലൈഖ അള്ളാഹു തളർത്തൂല നിന്നെ നല്ലോണം പരീക്ഷിക്കണം. പരീക്ഷണത്തിലൂടെ ഒരു മനുഷ്യൻ എന്ത് നേടുള്ളൂ എന്നറിയോ മക്കളെ? സൗണ്ട് ഉണ്ടാക്കല്ലേ. പരീക്ഷണത്തിലൂടെ ഒരു മനുഷ്യൻ പാഠങ്ങൾ പഠിക്കുള്ളൂ. അതുകൊണ്ട് പരീക്ഷണം വേണം. നമുക്കൊരു പരീക്ഷണവും ദൈവം തരാതിരുന്നാൽ, നമ്മളിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു വ്യക്തി, ഒരു കുട്ടി ജനിച്ച് രാവിലെയും രാത്രിയും ഉച്ചക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നല്ല നല്ല ഫുഡുകൾ കിട്ടി, നല്ല നല്ല സൗകര്യത്തിൽ, ഈ എന്താ പറയുക, സ്വർണ്ണക്കരണ്ടി കൊണ്ട് വായിലിട്ട് ജനിക്കുക എന്നൊക്കെ കേട്ടില്ലേ. നല്ല നല്ല ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, കിടക്കാൻ നല്ല സൗകര്യങ്ങൾ, ഇതൊക്കെ കിട്ടുന്ന കുട്ടിക്ക് എന്തെങ്കിലും നിസ്സാര ഒരു പ്രശ്നം വരുമ്പോൾ തളർന്നു പോകും. അപ്പം നമ്മളെ ദൈവം ഇങ്ങനെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുമ്പോഴാണ് ആ പരീക്ഷണത്തെയും മറികടന്ന് നമുക്ക് മറ്റൊരാൾ നമ്മളുടെ മുമ്പിൽ വരുന്ന സമയത്ത്, ആ ആളുടെ വിഷമം നമ്മളോട് പറയുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുള്ളൂ. നേരെ മറിച്ച് ഈ ആർഭാടത്തിൽ ഇപ്പം 3 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാളെടുത്ത് ഒരു ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാൾ വന്ന് പറയാം, ഞാൻ ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പം ഈ 3 നേരവും ഭക്ഷണം കഴിക്കുന്ന ആൾക്കത് ആ വിശപ്പ് എന്താണെന്ന് എങ്ങനെ മനസ്സിലാവും? ഒരിക്കലെങ്കിലും അവൻ പട്ടിണി കിടന്നാലല്ലേ ആ വിശപ്പ് എന്ന് പറയുന്നത് ഇത്രയും വലിയ ഭീകരമായിട്ടുള്ള സംഭവമാണ്, അപ്പം ഞാൻ ഇയാളെ സഹായിക്കട്ടെ എന്ന് ആ ഒരു മനസ്സിനും തോന്നിപ്പിക്കുള്ളൂ. അതുകൊണ്ട് പരീക്ഷണം വേണം. ഞാനും അതാ പറയുന്നത്. പരീക്ഷണത്തിലൂടെ എനിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ വിഷമങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് വരുള്ളൂ.
കാരണം ഞാൻ വര തുടങ്ങിയത് 2013-14 കാലഘട്ടങ്ങളിലാണ്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എനിക്ക് അന്നത്തെ 14-ലുള്ള ജസ്നയല്ല ഇന്ന് 25-ൽ നിൽക്കുമ്പോൾ ഉള്ളത്. 14-ൽ എനിക്ക് ആരെയും മനസ്സിലാവില്ലായിരുന്നു, പക്ഷേ ഇന്ന് 25-ൽ എനിക്ക് പലരെയും മനസ്സിലാവുന്നുണ്ട്, പലരെയും സഹായിക്കാൻ പറ്റുന്നുണ്ട്, പലരുടെയും കാര്യം പറയുമ്പം എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആ വഴികളിലൂടെ കടന്നു പോയതുകൊണ്ട്. സുലേഖ തന്നെ. അപ്പം സുബഹി നിസ്കരിക്കുന്നേ ഇപ്പോൾ ലേറ്റായി എണീച്ചാൽ, അപ്പോൾ സുബഹി നിസ്കരിക്കുന്നോ? ഇപ്പോൾ ലൈറ്റായി എണീച്ചാൽ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ലൈറ്റായിട്ട് എണീക്കുമ്പം സുബഹി നിസ്കരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ആദ്യം സുബഹിയും തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം ഞാൻ നിസ്കരിക്കലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല. ആരോടാ അതിന് ഒരാൾ തിരിച്ചു കൊടുത്തതാ. വിശ്വഗുരു നാരായണൻ. ഭഗവാനെ ഭക്തൻ കൈവിടില്ല മോളെ, ധൈര്യമായിരിക്കെ. കൃഷ്ണന് പുനർജനിച്ച കൽക്കി മോളുടെ കൂടെ രക്ഷക്കുണ്ട്. ഭക്തി എന്നത് പ്രേമമാണ്, ഈശ്വര പ്രേമം. അത് കൈവിടാതെ ഇരിക്കുക. ഭക്തി, ശക്തി, ബുദ്ധി, മുക്തി. ഒട്ടും ഭയക്കരുത്, തോറ്റുകൊടുക്കരുത്, പ്രതികാരം പാടില്ല. നമ്മുടെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുക. ഭഗവാൻ 100% ശിക്ഷ കൊടുക്കും. അത് എഴുതി എന്താണെന്ന് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. അതിന് ഞാൻ ഗ്യാരണ്ടി. ജയ് ശ്രീകൃഷ്ണ. ജീസസ് ബാക്കി എനിക്ക് കൽക്കി രാമൻ എനിക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ടാട്ടോ ഞാൻ വായിക്കാതിരുന്നത്. ഏതായാലും നാരായണൻ ചേട്ടാ, ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ആരും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവരെ നല്ലോണം സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നെ അടിച്ചൊരു വ്യക്തിയുണ്ട്. എന്നെ എന്തിനാ അടിച്ചത് എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നില്ല. എനിക്ക് ഒരടി തന്നൊരു വ്യക്തിയുണ്ട്. ആൾ അടിച്ചത് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ വീശിയിട്ടേ ഉള്ളായിരുന്നു. പക്ഷേ കുറച്ച് ആൽക്കഹോളിക്കായിരുന്നു ആൾ. അങ്ങനെ കിട്ടിയൊരടിയാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ, വെറും 48 മണിക്കൂർ തികയുന്നതിൻ്റെ മുമ്പ് എൻ്റെ കൺമുന്നിൽ വെച്ച് അവൻ ആക്സിഡൻ്റായി. ആയ സമയത്ത് എൻ്റെ കൂടെ വേറെയും 1-2 ആൾക്കാരുണ്ട്. അപ്പം ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. എൻ്റെ തൊട്ടടുത്തുള്ള ആളോട് ഞാനല്ല വണ്ടി ഓടിക്കുന്നത്, ഞാൻ സൈഡിലിരിക്കുകയാണ്. വണ്ടി ഓടിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു, എടാ വണ്ടി നിർത്ത്, ഇവനാണ് വീണതെന്നോ ഇവനാണ് ആക്സിഡൻറ്റ് പറ്റിയതെന്നോ ഞാൻ അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, അപ്പൂസേ വണ്ടി നിർത്തടാ, ആർക്കോ ആക്സിഡൻറ്റ് നോക്കി ഒന്ന് പോയി നോക്കുക തന്നെ. ഇവൻ ഇറങ്ങി ഓടി അവിടെ എത്തി, തിരിച്ചത് അതിനേക്കാട്ടി സ്പീഡിൽ ഇങ്ങോട്ട് വന്ന് വണ്ടി കയറി നമ്മൾ പോവുക താത്താന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താടാ? അത് താത്തനെ തല്ലി അവനാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും അത് ചെയ്യരുത്, നമ്മളാണ് സഹായിക്കേണ്ടത്. ഞാൻ നേരെ അവിടെ പോയി, അവന് ആ വീണ ആ ഷോക്കിൽ ഇങ്ങനെ അവിടെ തരിത്തിരിക്കുകയാണ്. ഞാൻ നേരെ പോയിട്ട് പറഞ്ഞു, വാ ചേട്ടാ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന്. നേരെ ഒന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി. കാരണം കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ. കംപ്ലൈൻറ്റ് കൊടുത്ത് ഞാൻ മൊഴി കൊടുത്ത് തിരിച്ച് വരുന്ന വഴിയാണ്. നേരെ ഇങ്ങനെ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി നിന്നു. പിന്നെയും ഞാൻ പറഞ്ഞു, വാ ചേട്ടാ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ ഞാൻ കൈ പിടിച്ച്, എൻ്റെ തോളിൽ അവൻ കൈ പിടിച്ച്, അതേപോലെ ഞാൻ അവൻ്റെ ഊരക്ക് ഒരു കാലിന് മുട്ടിനതിന് പറ്റി നേരെ വണ്ടിയിലിരുത്തി. എനിക്കല്ലേ കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു, കണ്ണിനായിരുന്നു അടി കുടുങ്ങിയത്. ഞാൻ വണ്ടി ഓടിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നെ താങ്ങി പിടിച്ചിട്ടാണ് അവൻ കാഷ്വാലിറ്റിയിലേക്ക് പോയത്. ഞാനൊരു ദ്രോഹിയായിരുന്നു എങ്കിൽ എനിക്ക് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഈ ആക്സിഡൻ്റ് ആവുന്ന വേറൊരു വണ്ടി, ഒരു കാറ് വരുന്നതും ഈ വണ്ടിയെ തട്ടുന്നതും ഇവൻ തെറിച്ച് വീകുന്നതൊക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാൻ
ആസ്വദിച്ചില്ല, ഞാൻ സഹായിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ അവനെ കണ്ടാൽ ഞാൻ സംസാരിക്കാറുണ്ട്. കേസ് ഒരു തല നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്നോട് ചോദിച്ചിട്ടുണ്ട് ജസ്റ്റ് ആ കേസ് ഒന്ന് കോംപ്രമൈസ് ചെയ്തിരുമെന്ന്. അപ്പോഴും ഞാൻ ചിരിച്ചിട്ടേ ഉള്ളൂ. ആ കേസ് നടക്കുന്ന സമയത്ത് ഞാൻ അവനോട് കാണുമ്പോൾ ഞാൻ ചോദിക്കും, സുഖമാണോ നിങ്ങൾക്ക്? എനിക്കത്രയേ ഉള്ളൂ. എന്നെ ഉപദ്രവിച്ച വ്യക്തിയാണെങ്കിൽ പോലും നാളെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നതെന്ന് കണ്ടാൽ മുമ്പിൽ ഞാൻ തന്നെ ഉണ്ടാവും. പിന്നെ ശൈലജ അയച്ചത്, ജസ്ന അരുണിനെ കണ്ടിരുന്നു, ഞങ്ങൾ പറഞ്ഞിരുന്നു. ശൈലജ ചേച്ചി, അവനെ ഒരുപാട് ആൾക്കാരിങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു, എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ആരെ എന്ത് എന്നുള്ളതൊന്നും അവനെന്നെ അറിയാത്തൊരു സംഭവമാണ്. അതാരാന്നൊന്നും എനിക്കറിയില്ല. എന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായി, എന്നോട് ഇങ്ങനെ ഒക്കെ പറയാറുണ്ട്. അവനെ എപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും ഇന്നോട് ഇത്ര ആൾ കണ്ടു, ഇത്ര ആൾ സംസാരിച്ചു എന്നൊക്കെ. ഈ അടുത്ത ദിവസം ഗുരുവായൂർ പോയ സമയത്ത് പറഞ്ഞെന്താണെന്നറിയോ, എനിക്ക് ഇവനെ കണ്ടപ്പോഴാണ് ജസ്നിയാണ് എന്നുള്ളത് മനസ്സിലായത്. പണ്ടൊക്കെ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തട്ടായിരുന്നു. ഇന്ന് ആ തട്ടവുമില്ല. അപ്പോൾ ആർക്കും എന്നെ മനസ്സിലാവില്ല. ചിലപ്പോൾ ഞാനൊരു പൊട്ടെടുത്ത് കുത്തുകയും ചെയ്യാറുണ്ട്. അപ്പം എന്നെ ആർക്കും അങ്ങനെ മനസ്സിലാവുന്നില്ല. പണ്ട് അവർ തട്ടം വെച്ച് അവർ ഊഹിക്കായിരുന്നു അത് ജസ്നിയാണ് എന്നുള്ളത്. ഇപ്പം അരുണിനെ വെച്ചിട്ടാണ് അവർ ഊഹിക്കുന്നത് ഞാൻ ജസ്നിയാണ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾ ഇട്ടോളൂ. നിങ്ങൾക്ക് എന്ത് ചോദിക്കണമെങ്കിലും എന്നോട് ചോദിക്കാം, എനിക്ക് വിരോധമല്ല. ഇനി തെറി വിളിക്കുകയാണെങ്കിലും വിളിച്ചോളൂ, ഞാൻ ആ തെറി അതേപോലെ ഇതിൽ സംസാരിക്കുകയും ചെയ്യും. അതിനുള്ള മറുപടി ഞാൻ തരും. ചിലപ്പോൾ തള്ളകുന്ന എന്തൊക്കെ കേട്ടുന്ന് വരും, അതൊക്കെ സ്വാഭാവികം. നിങ്ങൾ എങ്ങനെയാണോ ഇങ്ങോട്ട് പെരുമാറുന്നത് തിരിച്ച് എനിക്ക് അങ്ങോട്ടും തിരിച്ചു തരാൻ പറ്റുള്ളൂ. കൃഷ്ണനെ വരയ്ക്കുന്നു എന്നതിൻ്റെ പേരിൽ ആരോടും ഞാൻ നല്ല സൗമ്യതയോടുകൂടെ നിൽക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മളെ ഉപദ്രവിക്കുക അല്ലെ നമ്മളെ തെറി വിളിക്കുക ചെയ്യുമ്പോൾ നമ്മുടെ നാവ് മാങ്ങ പറിക്കാൻ പോകാമെന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് മാത്രം, അതുകൊണ്ടാണ്. കാരണം ചിലർ പക്ക തോന്നിയ ദിവസം എനിക്ക് മെസ്സേജ് അയക്കും, എന്തിന് ഫോട്ടോ സഹിതം വീഡിയോസൊക്കെ അയച്ചു തരുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള തിരിച്ച് മറുപടി ഞാൻ കേൾക്കും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കേൾക്കാം, ജസ്റ്റിനായിട്ട് തെറി വിളി കേട്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഇടുന്നതും കേൾക്കാം. അതിതുകൊണ്ടാണ്. അപ്പോൾ തെറി വിളിക്കുന്നതിനല്ലേ, ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല, അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിനുള്ള കമൻറ്റ് നിങ്ങൾ ഇട്ടോളുക, ഞാൻ മറുപടി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറേ സമയമായി. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.